സുധി, നമുക്ക് മെട്രോയിലേക്കൊന്ന് പോകാം. നമ്മൾ ചൂരൽമലയിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികൾ, അവർ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ താരങ്ങൾക്ക് കൈകൊടുക്കുന്ന കുട്ടികളാണ്. ചൂരൽമലയിൽ വയനാടിനെ ചേർത്ത് പിടിച്ച് നിർത്തിയാണ് നമ്മളുടെ റിപ്പോർട്ടർ ഓണം തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ആ കുട്ടികളുമായി അല്ലമീൻ മെട്രോയിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണ്. ആ കുട്ടികൾ എല്ലാവരും ആദ്യമായിട്ടാണ് കൊച്ചിയിലെ മെട്രോയിലേക്ക് കയറാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് അല്ലമീനിലേക്കൊന്ന് പോകാം. അല്ലമീൻ, അവരെ എക്സൈറ്റ്മെന്റിലായിരിക്കുമെന്ന് എനിക്കറിയാം. മെട്രോ യാത്ര തുടങ്ങിയോ? ഇപ്പോൾ ഏത് സ്റ്റേഷൻ പിന്നിട്ടു? കുട്ടികളുടെ ഒരു ഫീലിംഗ് എന്താണ്? അവരുടെ അനുഭവം ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. അരുൺ, തിരുവോണ ദിനത്തിൽ സന്തോഷത്തിന്റെ ഒരു ചൂളംവിളിയാണ് ആലുവയിൽ നിന്നിപ്പോൾ മുഴങ്ങിയിരിക്കുന്നത്. വയനാട് ചുരമിറങ്ങി ISL താരങ്ങളെ വേദിയിലേക്ക് കൈപിടിച്ച് ആനയിക്കാൻ വന്ന കുട്ടിക്കുരുന്നുകൾ, ആ ദുരന്തത്തെ അതിജീവിച്ചവരൊക്കെ തന്നെ മെട്രോയിൽ യാത്ര ചെയ്യുകയാണ്. ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്നത്, നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നതെന്ന്. സാധാരണ നമുക്ക് സീറ്റിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു സീറ്റിൽ കയറി മുട്ടുകുത്തി നിന്ന് പുറത്തേക്ക് നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. കൊച്ചിയുടെ നഗര കാഴ്ചകൾ, മെട്രോ കാഴ്ചകൾ, ഓണക്കാഴ്ചകൾ. കണ്ണാടിക്കുട്ട, എന്താ കാണുന്നത്? എന്താ നോക്കുന്നത്? എങ്ങനെയുണ്ട്? മിണ്ടൂല, ഒന്നും മിണ്ടില്ല. മസിൽ പിടിച്ചിരിക്കണം. ഗൗരവമാണോ? ആളിച്ചിരി ഗൗരവത്തിലാണ്. കണ്ണാടിയൊക്കെ വെച്ച് അതിൻ്റെ ഒരു പവറിലിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മെട്രോ യാത്ര? എന്തൊക്കെ കണ്ടു? അരുൺ, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അറിയാം ആ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന്. കണ്ണൊക്കെ വിടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് മെട്രോയ്ക്ക് തന്നെ. എന്തൊക്കെ കണ്ടു വന്നിട്ട്? കുറെ ഫ്ലാറ്റുകളും റിസോർട്ടുകളും പുഴകളും ഒക്കെ കണ്ട് അടിപൊളിയാണ്. കാഴ്ച കാണണ്ട, കണ്ടു. ഹലോ, എങ്ങനെയുണ്ട്? അടിപൊളി. നേരത്തെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? നേരത്തെ ഒരു വട്ടം കയറി. രണ്ടാമത്തെ തവണയാണ്. അപ്പോൾ മെട്രോയിൽ അനുഭവ സമ്പത്തുള്ളവരും ഉണ്ട് എന്നുള്ളതാണ് അരുൺ. ബാക്കി സംഘാടകരൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ കണ്ടപ്പോൾ നമുക്കറിയാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന താരങ്ങൾ അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ താരങ്ങൾ വന്നത്. ഈ താരങ്ങൾക്കിടയിൽ നമ്മൾ രാവിലെ മറ്റൊരു താരത്തെ കണ്ടിരുന്നു, ആ ഒരു കുരുന്നു താരം. ആ താരവും ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മനാൽ, എന്താ പറയുന്നത്? എന്താ പറയുന്നത്? എന്തൊക്കെ കണ്ടു? ഒരുപാട് കണ്ടോടാ. എന്തൊക്കെയാ കണ്ട? ഒന്നൊന്നായി പറഞ്ഞ, എണ്ണി പറഞ്ഞ എന്തൊക്കെയാ കണ്ടത്? ഏതായാലും അങ്ങനെ കാഴ്ചകൾ ആസ്വദിച്ച് പോവുകയാണ് അരുൺ. എല്ലാവരും, നമുക്കറിയില്ല, സീറ്റിൽ എല്ലാ കുട്ടികളും അങ്ങോട്ട് തിരിഞ്ഞ ഗ്ലാസ്സിലൂടെ പുറം കാഴ്ചകൾ ആസ്വദിച്ച് പോവുകയാണ്. ഏതായാലും ഇന്ന് ഈ തരത്തിലൊരു പരിപാടിയാണ് അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നത്. MESന്റെ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. അവർ ആലുവയിൽ നിന്നാണ് ഈ മെട്രോയിൽ കയറിയത്. കലൂർ സ്റ്റേഷൻ വരെ, സ്റ്റേഡിയത്തിനടുത്ത് വരെ ഈ ട്രെയിനിലാണ് അവർ യാത്ര ചെയ്ത് പോവുക. അവിടെ എത്തിയതിനു ശേഷം മറ്റു പരിപാടികൾ വരെ ലൈനപ്പിൽ ഉൾപ്പെടെ പോകും. 33 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അതിൽ 22 പേരാണ് ലൈനപ്പ് ചെയ്യുന്നത്. അരുൺ, ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അരുണിന് പരിചയമുണ്ടാവും ഒരു മുഖം. നമ്മൾ ഈ വയനാട് റിപ്പോർട്ടിങ്ങിന് പോയി 2 ആഴ്ച അവിടെ നിന്നപ്പോൾ ആരുടെയും മുഖത്ത് പതിഞ്ഞൊരു മുഖമാണ്. അരുണിന് ഓർമ്മയുണ്ടാവും. കാരണം അവിടെ വന്നു പോയ രക്ഷാപ്രവർത്തകർക്കും അവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ ആ ദുരന്ത മുഖത്ത് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സൗജന്യമായി ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത ചേട്ടനാണ്. അദ്ദേഹം അവിടെ ബിസിനസ് നടത്തുന്ന ആളാണ്. അന്ന് പൂർണ്ണ സമയം അവിടെ ഉണ്ടായിരുന്നു. കുട്ടിക്കൂട്ടത്തോടൊപ്പം വയനാട് ചുരമിറങ്ങി ഇവിടേക്ക് വന്നിട്ടുണ്ട്. ചേട്ടൻ, എങ്ങനെയുണ്ട് യാത്രാ അനുഭവം? കുട്ടികളുടെ ഒരു സന്തോഷമൊക്കെ എത്രത്തോളം? യാത്രയൊക്കെ അടിപൊളിയാണ്. എന്താ വെച്ചാൽ ഞങ്ങളെ കുട്ടികൾക്ക് MES നൽകിയ ഏറ്റവും വലിയൊരു കാര്യമാണ് ഓണത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവരെ ചിരിയും അതുപോലെ സന്തോഷവും കാണുമ്പോൾ കണ്ണ് നിറയാണ്. എന്താ വെച്ചാൽ അടുത്തൊരു ഒരു ക്രിസ്മസ് ദൈവം സഹായിച്ച് എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് കൂട്ടാനുള്ള ഒരു സജ്ജീകരണം ചെയ്തു തരിക. എല്ലാവരും ചുരൽമല, മുണ്ടക്കായി, അതുപോലെ അവിടെ ഈ സംഭവം നടന്ന എല്ലാവർക്കും അടുത്തൊരു ക്രിസ്മസിൽ എല്ലാവരും കൂടി ഒന്നിച്ച് കഴിയാനുള്ള ഒരു വിധിയും, അതുപോലെ എല്ലാവരും കേരള ജനത ഒപ്പം നിന്നാൽ ഞങ്ങൾക്ക് അടുത്ത ക്രിസ്മസ് എല്ലാവർക്കും കൂടി ഒത്തുകൂടാം. അത് തന്നെയാണ് അരുൺ. ഇങ്ങനെ ആഘോഷങ്ങൾ, കേരളീയർ ഒരുമിച്ച് നിന്ന് അവരുടെ ആഘോഷങ്ങൾക്ക് ഒരു കരുത്ത് പകരണം, മധുരം പകരണം എന്നുള്ളതാണ് അവരൊക്കെ ആവശ്യപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ MESന്റെ യൂത്ത് വിങ്ങാണ് ഇത് സംഘടിപ്പിച്ചത്. യൂത്ത് വിങ്ങിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഒരു കുട്ടികളുടെ അനുഭവവും അവരുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെ കണ്ട് ആസ്വദിക്കുന്നത്? നിങ്ങൾ മുൻവർഷങ്ങളിൽ ഓണമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്, ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇത്തവണ ഓണത്തെ ആഘോഷം. ഒരുമിച്ചോണം ഇതിപ്പോൾ കേരളം മൊത്തത്തിൽ ഏറ്റെടുത്ത പോലത്തെ ഒരു ഓണമായി മാറി. വയനാട് നിന്ന് നമ്മുടെ വയനാട് ജില്ലാ പ്രസിഡന്റാണ് കാര്യങ്ങൾ കോർഡിനേറ്റ് ജില്ലാ പ്രസിഡന്റ്. വയനാട് നിന്ന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. ഇന്ന് ഇവിടം വരെ എത്തി. ഇത്
നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നതാണ്. കുട്ടികളുടെ സന്തോഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ അപ്പോൾ കാണുന്നത്. റിപ്പോർട്ടറിന്റെ വക ഓണസമ്മാനമാണ് പ്രേക്ഷകർക്ക്. ചൂരൽമലയിലെ വയനാട് കുട്ടികൾക്ക് നമ്മൾ അവർക്ക് ഫുട്ബോൾ കൊടുത്തു. അവരെ നമ്മൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു. കൊച്ചിയിൽ അവർ മെട്രോയിലൂടെ സഞ്ചരിക്കുന്നു. അവർ ഇനി കലൂരിലെത്തും. വൈകുന്നേരത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ താരങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരുന്നത് ചൂരൽമലയിൽ നിന്ന് ചുരമിറങ്ങി വന്ന നമ്മളുടെ കുഞ്ഞുങ്ങളാണ്. ഒരു ദുരന്തത്തിന്റെ വലിയ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നിന്ന് അവർ തിരികെ ജീവിതത്തിലേക്ക് കയറുകയാണ്. വയനാടിനെയും ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് റിപ്പോർട്ടറും ഇക്കുറി ഓണം ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.